ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി ദാനമായിട്ട് ലഭിച്ചു. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് പിന്നെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണെന്ന് നമുക്ക് പിന്നെയും മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മുഖാന്തരങ്ങൾ ഒരുങ്ങി വരും. ദൈവം വിശുദ്ധനായിരിക്കുമ്പോൾ മനുഷ്യരും അതുപോലെ തന്നെ വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം നിഷ്കർഷിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവർ, ദൈവരാജ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിപ്പോൾ രാജാവായാലും സാധാരണക്കാരായാലും സഭയുടെ പാസ്റ്ററായാലും വിശ്വാസിയായാലും സഭാ നേതൃത്വത്തിൻ്റെ മുകളിലുള്ള ആളായാലും ആരായാലും ശരി, ആർക്കും അതിൽ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാണ്. ദാവീദ് രാജാവ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു. ദൈവം തന്നെ ഏറ്റവും സ്നേഹിച്ചതുകൊണ്ടാണല്ലോ ഇസ്രായേലിൻ്റെ രാജാവാക്കി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തത്. ഇതാ, ദാവീദ് നല്ല മനുഷ്യനായി ജീവിക്കുമ്പോഴാണ് പെട്ടെന്ന് ജീവിതത്തിൽ ഒരു വലിയ അകൃത്യം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. താൻ ചെയ്ത അകൃത്യം താൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് ദാവീദ് വിചാരിച്ചു. എന്നാൽ സകല മനുഷ്യരായ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മെ കാണുന്ന രണ്ട് കണ്ണുകൾ, ആമേൻ, ഹല്ലേലൂയ, അത് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കണ്ണുകളാണത്. ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിഞ്ഞു നിൽക്കുവാൻ, മാറി നിൽക്കുവാൻ, മറഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല. ദാവീദ് വിചാരിച്ചത് താൻ ചെയ്ത അകൃത്യം താൻ മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ്. എന്നാൽ ദാവീദിനെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം ഉടൻ തന്നെ നാഥാൻ എന്ന പ്രവാചകനെ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ദാവീദേ, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു അകൃത്യം ചെയ്തുവെന്ന് ദൈവം എന്നെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചതാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് ആ തെറ്റ് തുറന്ന് സമ്മതിക്കുവാനിടയായി. മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ ദാവീദ് ഒരുക്കമാണ്. സ്തോത്രം. ഇന്നത്തെ കാലത്ത് നാം കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും തെറ്റ് പറ്റിയാലും അത് അംഗീകരിക്കുവാനും അത് മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യുവാനും താല്പര്യമില്ല. ദൈവവചനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു: തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതെ, കുറ്റം ചെയ്തിട്ട് നീതീകരിക്കുവാൻ ശ്രമിക്കരുത്. കുറ്റം ചെയ്തിട്ട് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കരുത്. കുറ്റം കുറ്റമായി തന്നെ നിലനിൽക്കും. അത് കാണുന്ന ദൈവം നിശ്ചയമായും അതിന് ശിക്ഷ തരിക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ആ വലിയ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ: ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ദൈവത്തോട് സമ്മതിക്കുക. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നിട്ടും തെറ്റ് ചെയ്ത ദാവീദിനെ ദൈവം ആ തെറ്റ് ബോധ്യപ്പെടുത്തി. ഇല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം വളരെയധികം മോശമായിരിക്കുമെന്ന് ദാവീദ് നന്നായി അറിയാം. സ്തോത്രം. ദാവീദ് ഉടൻ തന്നെ ആ തെറ്റ് സമ്മതിച്ചു. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുവാൻ താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചിരുന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ദാവീദ് പറയുന്നത്,
ദൈവമേ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. സ്തോത്രം. ദാവീദിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ദാവീദെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം ക്ഷമിക്കുകയില്ല. അതിപ്പോൾ ആരാണെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുകയില്ല. ആ തെറ്റ് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. സ്തോത്രം. എന്നിട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിയാൽ പിന്നെ നമ്മളെ ഭരിക്കുന്നത് ദുരാത്മാവായിരിക്കും. ആ ദുരാത്മാവാണ് മനുഷ്യനെ കൊണ്ട് എല്ലാവിധമായ അകൃത്യങ്ങളെയും ചെയ്യിക്കുന്നത്. സ്തോത്രം. ആ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മടക്കി നൽകണമേ എന്നാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഒന്നും സാരമില്ല എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്ന ധാരാളം പേരുണ്ട്. ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. തമാശയായിട്ടുള്ള കാര്യമല്ല. ആ ന്യായവിധി മനുഷ്യൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി അതിന് തക്കവണ്ണമുള്ള ശിക്ഷ നൽകുന്ന സന്ദർഭമാണെന്ന് നല്ലവണ്ണം ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ മുഖപക്ഷമുണ്ടാവുകയില്ല. അതാരെന്ന് പറഞ്ഞാലും ദൈവത്തിന് ഒരു വ്യത്യാസവും അവിടെ ഇല്ല. മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നത് ദൈവം മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ ആരും മടിക്കരുത്, ലജ്ജിക്കരുത്. നാം അങ്ങനെ തെറ്റ് സമ്മതിക്കുന്നതും കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതും നമ്മുടെ തന്നെ നന്മയ്ക്ക് അത് കാരണമായി തീരുവാനിടയായിത്തീരും. ഒരിക്കലും ഉപദേശം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞതാ എന്നാണ് എല്ലാവർക്കും താല്പര്യം. അതാണ് അവർ ആഗ്രഹിക്കുന്നതും. എന്നാൽ അത് മാത്രം പോരല്ലോ. ആത്യന്തികമായി നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് തടസ്സമായി വരുന്ന ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് പോയില്ലെങ്കിൽ വളരെ വലിയ അപകടം നമുക്ക് മുൻപിലുണ്ടെന്ന് അത് ബോധ്യപ്പെടുത്തുക കൂടി ഞങ്ങളുടെ ജോലി ആയതുകൊണ്ട് അത് നിങ്ങളോട് വിളിച്ചു പറയുന്നു എന്ന് മാത്രം. സ്തോത്രം. അതുകൊണ്ട് ദാവീദിനെ പോലെ നല്ല ഭക്തന്മാരായ ദൈവമക്കളെ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് നല്ല മക്കളായി നല്ല മനുഷ്യരായി ജീവിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനമെന്ന് യേശുക്രിസ്തു തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതെ, അതിനാണ് നാം ഉത്തരം കൊടുക്കേണ്ടത്. ഈ ലോകത്തേക്കാൾ മുഴുവൻ ലോകത്തേക്കാളും ഏറ്റവും വിലയുള്ളതാണ് ഒരു മനുഷ്യൻ്റെ പ്രാണൻ. ആ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്ന ഏത് പ്രിയപ്പെട്ടവരും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക, ദൈവത്തോട് പറ്റുപോയ അബദ്ധങ്ങളൊക്കെ ഏറ്റുപറയുക, നിരപ്പ് പ്രാപിക്കുക. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവ് ദിവസത്തിൻ്റെ സന്ധ്യയ്ക്കായിട്ട് ആമേൻ അടിയങ്ങളെയൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ചെയ്തു തന്ന നല്ല ഉപകാരങ്ങളുടെ നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനാണ് സ്തോത്രം. കർത്താവേ, ആമേൻ. ജീവിതത്തിൽ കർത്താവെ കുറവുകളും കുറ്റങ്ങളും വരാത്തതായി ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. ആമേൻ. ഹല്ലേലൂയ. തൻ്റെ ആമേൻ തെറ്റുകളെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ മറച്ചു വയ്ക്കാതെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് സഹായിക്കുന്നത് പറ്റിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഹല്ലേലൂയ. അതുമൂലം ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും വരുവാൻ ഇടയാകുന്നതിനാണ് സ്തോത്രം. കർത്താവ് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളെ ശുദ്ധീകരിച്ച്
ആമേൻ ഹല്ലേലൂയ ഏറ്റവും നല്ല ആമേൻ കർത്താവെ മക്കളായി ജീവിക്കുവാൻ, മനുഷ്യരായി ജീവിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കുന്നതിനാണ് നന്ദിയോട് സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ പലവിധമായ ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ എല്ലാം സഹായിക്കണമേ. ആമേൻ ഹല്ലേലൂയ അവരുടെ കുറവുകൾ കണക്കിടാതെ അവരെ കർത്താവ് മാനിച്ച് സഹായിച്ച് അനുഗ്രഹിക്കുന്ന നന്ദിയോട് സ്തോത്രം. കർത്താവെ ദൈവമേ ഹല്ലേലൂയ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമേ. കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്താൽ മാനിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ആമേൻ ദൈവരാജ്യത്തിൽ കാണപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് വൈകുന്നേരം ഞങ്ങളെ കേൾപ്പിച്ചതായ ദൈവത്തിൻ്റെ വചനത്തിനാണ് സ്തോത്രം. ഈ വചനപ്രകാരം കർത്താവെ ഹല്ലേലൂയ ഒരുക്കപ്പെടുവാൻ ആമേൻ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുന്നതാണ് നന്ദിയോട് സ്തോത്രം. അങ്ങ് കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് ആമേൻ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുന്നതിനാണ് സ്തോത്രം. അങ്ങയുടെ കർത്താവെ നാമം ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ കർത്താവെ ജയം നൽകിയതിനാണ് സ്തോത്രം. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ആമേൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിശ്ചയമായ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ ഹല്ലേലൂയ ദൈവം പറയുന്നത് പോലെ നാം ഹല്ലേലൂയ ഒരു ആമേൻ മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തി ദൈവത്തിലേക്ക് അടുത്തു വരാം. ദൈവം നിങ്ങളെ ഓരോരുത്തരും സഹായിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കരിസ്മ പ്രൈം മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ട നിങ്ങളൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.